പേടിപ്പിക്കാനായിട്ട്. ഈ ഫാൻ എന്തിനാ തനിയെ കറങ്ങുന്നത്? ഓ അപ്പോഴേക്ക് നിന്നാ. ഇന്നത്തെ രാത്രിയാണ് രാത്രി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രാത്രി. ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. എന്നാലും ഒരു 2 ദിവസം കൂടി 2 എണ്ണത്തിന് ഹോൾഡ് ചെയ്യായി ദിവ്യപ്രഭ മേഡം സമ്മതിച്ചില്ലല്ലോ. മനുഷ്യക്കടത്തുകാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതോടെ അവളുമാരുടെ അധോഗതിയായിരിക്കും. അതിനു മുമ്പ് കിട്ടിയ സമയം നന്നായിട്ടൊന്ന് ആസ്വദിക്കുക. ആഹാ, ഓ ഈ ഫാൻ കറങ്ങുന്നത് കാറ്റിനോ അതോ കടകട ശബ്ദം ഉണ്ടാക്കാനോ? അല്ല, ആതിര എവിടെ പോയി? ഫോണിന് റേഞ്ച് ഇല്ലെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. പറഞ്ഞ ഒരു അനുസരണ ഇല്ലല്ലേ? ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട്. ഫോണിന് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് പോയതല്ലേ ചേച്ചി. അവളിപ്പ ഇങ്ങ വരും. ഇതവർ കുടിക്കുന്നു, മയങ്ങുന്നു, ബാക്കിയൊക്കെ എന്റെ കയ്യിലാണ്. ദൈവമേ, ഹായ് കുട്ടികളെ. സാറോ? ഇതെന്താ സാർ? എന്റെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ജ്യൂസാ. അയ്യോ, സാറ് വെറുതെ ബുദ്ധിമുട്ടി. രാത്രി തണുത്തതൊന്നും ഞങ്ങൾ കഴിക്കാറില്ല. മാത്രമല്ല ഭക്ഷണവും കഴിച്ചു. ഇതങ്ങനെ സാധാരണ ജ്യൂസല്ല, ഒരു ഫിറ്റ്നസ് ഡ്രിങ്കാ. ഇത് കുടിച്ചൊന്ന് വെച്ച് ഒരു കുഴപ്പവും സംഭവിക്കില്ല. മാത്രവുമല്ല, നാളെ മുതൽ നമ്മൾ തുടങ്ങുന്ന പ്രോഗ്രാമിന് ഇത് 4 നേരം കുടിക്കുന്നത് നല്ലതാ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ഫിറ്റ്നസ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന് എനർജി വേണ്ടേ? ഹാവ് ഇറ്റ്. ഇത്തിരി കഴിഞ്ഞു കുടിക്കാൻ സർ. ഇപ്പോ ഡിന്നർ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഓ മതി, ഇത്തിരി കഴിഞ്ഞാലും നിങ്ങളൊന്ന് കുടിച്ചാൽ മതി. സർ ഇരിക്കുന്നു. സർ, ട്രെയിനിങ്ങിന്റെ രീതികളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അതിനെന്താ, പറഞ്ഞു തരാമല്ലോ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഏകാഗ്രതയാണ് ആദ്യം വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേഴ്സ് അടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ അതിൽ മാത്രമായിരിക്കണം നമ്മുടെ കണ്ണ്. ചുറ്റും നടക്കുന്നതൊന്നും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കരുത്. എങ്കിലേ നമുക്കത് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. സാറ് ഞങ്ങളെ മോഷ്ടിക്കാനാണോ പഠിപ്പിക്കാൻ പോകുന്നത്? എന്ത് കാര്യവും നമുക്ക് നന്നായി ചെയ്യാൻ പറ്റണമെങ്കിൽ മറുഭാഗത്തെ സൈക്കോളജി കൂടി അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന്, ഒരു രോഗിയുടെ വേദന അവന്റേതുപോലെ അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് നന്നായി ചികിത്സിക്കാനാവൂ. ഒരു കള്ളനാവേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിട്ട് വേണം പോലീസ് ആവാൻ. അതാണ് എന്റെ ക്രിമിനോളജി. ഇപ്പൊ മനസ്സിലായില്ലേ? ഈശ്വരാ, ഇപ്പൊ പറഞ്ഞു കെണിഞ്ഞേനെ. ഇനി അധികം എവിടെ ഇരിക്കുന്നത് ബുദ്ധിയല്ല. ഇവളുമാര് മയങ്ങിയിട്ട് തിരികെ വരാം. അപ്പോ ബൈ ദ ബൈ, ഞാൻ ഇറങ്ങുന്നു. നിങ്ങൾ ഈ ഫിറ്റ്നസ് ഡ്രിങ്ക് കുടിക്കാൻ മറക്കരുത്. നാളത്തേക്കുള്ള എനർജിയാണിത്. അയ്യോ, അമ്മ പ്രായം. അയ്യോ 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 പ്രായം. അയ്യോ അയ്യോ അയ്യോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.